മരട് നഗരസഭയിൽ 2020 വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ പിന്തിരിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവിന്റെ ശ്രമം. മരട് ആശുപത്രി വാർഡിൽ മത്സരിക്കുന്ന മാനുവൽ വേട്ടാപ്പറമ്പിലിനോട് പ്രതിപക്ഷ നേതാവ് അഭ്യർത്ഥിക്കുന്ന ശബ്ദരേഖ പുറത്തേക്ക് വന്നു. എല്ലാ സഹായവും ചെയ്യാമെന്ന് വി.ഡി. സതീശൻ വാഗ്ദാനം ചെയ്യുന്ന ശബ്ദ സന്ദേശം സ്ഥാനാർത്ഥി തന്നെയാണ് പുറത്തുവിട്ടത്. ഹലോ ഹലോ, മനോലല്ലേ? അതെ, മനോലെ, ഞാൻ വി.ഡി. സതീശനാണ്. സാർ പറയും. നമസ്കാരം. മാനുവൽ എന്താ ഇങ്ങനെ? മാനുവൽ നമ്മുടെ കൂടെ നിൽക്കണം, കോൺഗ്രസിന്റെ കൂടെ. അങ്ങനെ വേറെ തീരുമാനമൊന്നും എടുക്കരുത്. ഞാൻ സംഘടനാപരമായിട്ട് അവിടെ നമുക്കത് പറഞ്ഞ് അറേഞ്ച് ചെയ്ത് തരാം. പാർട്ടിക്കകത്ത് നിൽക്കണം മാനുവൽ, നമ്മളൊക്കെ പറയണല്ലേ. അങ്ങനെ പോവല്ലേ? മാനുവൽ ബേസിക്കലായിട്ട് ഒരു കോൺഗ്രസ്സുകാരനല്ലേ, അല്ലേ? എനിക്കറിയാം അവിടുത്തെ ചെറിയ വിഷയമൊക്കെ, അതൊക്കെ ഞാൻ പരിഹരിച്ചു തരാം. പാർട്ടിക്കകത്ത് നിൽക്കണം, സംഘടനാപരമായിട്ട് നിൽക്കാൻ വേണ്ടിയുള്ള സംവിധാനമൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം. എടാ, ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ഞാൻ നോക്കിക്കോളാം പേഴ്സണലായിട്ട്. എനിക്ക് അറിയാവുന്നല്ലേ, അല്ലെ ഫാദറിനൊക്കെ അറിയാവുന്നല്ലേ. എടാ, ഞാൻ പൂർണ്ണമായിട്ട് പ്രൊട്ടക്ട് ചെയ്തോളാം. ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് നമ്മൾ തമ്മിലൊന്ന് കാണുകയും ചെയ്യാം. സംഘടനാപരമായിട്ട് ഞാനിവിടെ നിർത്തിക്കോളാം, ആര് എതിർത്താലും നിർത്തിക്കോളാം. എടാ, എല്ലാ സഹായവും ചെയ്തു തരാം. ഇത് ചെയ്യരുത്, മത്സരിക്കൊന്നും ചെയ്യരുത്. എടാ, കേക്കണ്ട, തീരുമാനം എടുക്കരുത് അങ്ങനെ. എടാ, എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. ഞാൻ അങ്ങനെ ഒരു ബ്രദർ പറയുന്ന പോലെ കരുതണം. ഒന്നുകൂടെ ആലോചിക്കണം കേട്ടാ. ശരി ശരി ശരി. പ്രദീപ് ജോസഫ് ചേരുന്നുണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ. പ്രദീപ്, പ്രതിപക്ഷ നേതാവിന്റെ ജില്ലയാണ്, വിമതശല്യം ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഒരിടവുമാണ്. മാനുവലെ പിന്തിരിപ്പിക്കാൻ നടത്തിയ നീക്കങ്ങൾ, നൽകുന്ന ഉറപ്പുകൾ, വാഗ്ദാനങ്ങൾ, മാനുവൽ തന്നെയാണോ ഈ ഓഡിയോ സന്ദേശം പുറത്തേക്ക് വിട്ടത്? ഇതിനെന്താണ് പറയുന്നത് പ്രദീപ്? പ്രജിഷ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ മികച്ച വിജയം നേടാൻ പ്രധാനപ്പെട്ട മുന്നണികളൊക്കെ കയ്യും മെയ്യും മറന്നുള്ള പ്രയത്നത്തിലാണ്. ഇതിനിടയിലാണ് വിമതരായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയൊക്കെ പലതരത്തിൽ പിന്മാറ്റാൻ ശ്രമം നടക്കുന്നുണ്ട്. ഇവിടെ 2020 സ്ഥാനാർത്ഥിയും സുഹൃത്തും കൂടിയായ മരട് നഗരസഭയിലെ ആശുപത്രി വാർഡിൽ മത്സരിക്കുന്ന മാനുവൽ മാത്യൂസിനോടാണ് പ്രതിപക്ഷ നേതാവ് ഫോണിൽ സംസാരിക്കുന്നത്. മാനുവൽ മാത്യൂസ് തന്നെയാണ് ഈ ടെലിഫോൺ സംഭാഷണം പുറത്തുവിട്ടത്. അദ്ദേഹം മത്സരത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. മാനുവലിന്റെ നേരിട്ടുള്ള പ്രതികരണം കൂടി നമുക്കൊന്ന് കേൾപ്പിക്കാം. അത് കഴിഞ്ഞ തിങ്കളാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്നലത്തെ അല്ല, അതിനു മുമ്പത്തെ തിങ്കളാഴ്ച അദ്ദേഹം രാവിലെ ഒരു 9 മണിയായപ്പോൾ എന്നെ കോൾ ചെയ്യുകയാണ് ഉണ്ടായത്. വിളിച്ചിട്ട് മറ്റേ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി എന്നോട് പിന്മാറി കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഞാൻ വേറെ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന്റെ അടുത്തൊന്നും പറഞ്ഞില്ല. ഞാൻ ശരി ശരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്ന്. പിന്നെ എന്നെ സംരക്ഷിച്ചോളാം, അതുപോലെ തന്നെ ഇത് കഴിയുമ്പോൾ, ഇലക്ഷൻ കഴിയുമ്പോൾ ഞാൻ പുള്ളിക്കാരൻ പൂർണ്ണമായിട്ടും എന്നെ ഏറ്റെടുത്തോളാം എന്നൊക്കെയുള്ള ഒരു ഓഫറൊക്കെയാണ് എനിക്ക് നൽകിയത്. അത് ആ ക്ലിപ്പിങ്ങിലുണ്ട്. ഞാനത് ഓട്ടോമാറ്റിക്കലിയുള്ള രീതിയിൽ മൊബൈലിൽ റെക്കോർഡ് ആകുന്നത് കൊണ്ട് ആയതാണ്. പിന്നീട് അതൊരു ഉപയോഗപ്പെടുത്തേണ്ട ഒരു സാധനമാണെന്ന് മനസ്സിലായത് കൊണ്ടാണ്. ഇത് പൊതുവെ എല്ലാ സ്ഥലങ്ങളിലും ഈ കോൺഗ്രസിന് പഴയ ആൾക്കാർ വേറൊരു പാർട്ടിയിലോട്ട് പോകുന്നതും ഇതൊക്കെ വരുമ്പോൾ ഇവരുടെയൊക്കെ എല്ലാ തുടർച്ചയായ ഇതായിരുന്നു. പലരും സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഇപ്പോൾ നമ്മുടെ ഈ വാർഡിലെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയും 12ാം വാർഡിലെ സ്ഥാനാർത്ഥിയും എല്ലാവരും വിളിച്ച് ഒരുപാട് സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ ഞാനതെല്ലാം അതിജീവിച്ചാണ് ഈ 2020 എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും അതിൻ്റെ സ്ഥാനാർത്ഥിയാകാനായിട്ട് തയ്യാറാകുകയും ചെയ്തു. എപ്പോഴും എനിക്ക് ഇതിനോട് ഒരു ഇതുണ്ടായിരുന്നില്ല. പക്ഷെ ഞാനത് 2020 ഞങ്ങളുടെ വൈസ് പ്രസിഡന്റിനോട് സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം ഇത് ജനങ്ങൾ അറിയട്ടെ എന്നുള്ളൊരു തീരുമാനം എടുത്തതും ഞങ്ങളത് പുറത്ത് വിടുകയും ചെയ്തത്. ഞാൻ പ്രദീപ് ജോസഫ് ചേരുന്നുണ്ട്. പ്രദീപ്, അപ്പോൾ പുറത്തേക്ക് ശബ്ദരേഖ വിട്ടത് 2020 നേതൃത്വത്തിലേക്ക് അറിവോടുകൂടി തന്നെയാണെന്നാണ് ഇപ്പോൾ മാനുവൽ പറയുന്നത്. അപ്പോൾ സമയപരിധിയെല്ലാം കഴിഞ്ഞ് ഇനി ശക്തമായി തന്നെ ഉറച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണോ മാനുവലിന്റെ നീക്കം? എന്താണ് ഇനി? പ്രജിഷ്, മരട് നഗരസഭയിലെ ആശുപത്രി ഡിവിഷനിലാണ് മാനുവൽ മത്സരിക്കുന്നത്. മത്സരത്തിൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. 2020 സ്ഥാനാർത്ഥിയായി അവരുടെ ചിഹ്നത്തിലാണ് മാനുവൽ മത്സരിക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവ്, ഒരു തികഞ്ഞ കോൺഗ്രസ് അനുഭാവിയായിരുന്ന കോൺഗ്രസ് കുടുംബത്തിൽ നിന്നുള്ള മാനുവലിനെ വിളിച്ച് പാർട്ടിക്ക് ദോഷകരമായതൊന്നും ചെയ്യരുത്,
മറ്റ് തീരുമാനങ്ങളൊന്നും എടുക്കരുത് എന്ന് പറയുന്നത്. ഇതിനൊരു ഭീഷണി എന്നൊന്നും വ്യാഖ്യാനിക്കാനാവില്ല. ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ വിജയം മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന ഒരു സംഭാഷണം എന്ന് വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാം. എന്തായിരുന്നാലും മാനുവൽ മത്സര രംഗത്ത് തുടർന്നുണ്ടാകും. ഒരു സഹോദരൻ പറയുന്നത് പോലെ കണക്കിലെടുക്കണം എന്ന് പറയുന്നത് നമ്മൾ ഓഡിയോയിൽ തന്നെ കേട്ടുവല്ലോ. മറിച്ച് മാനുവൽ എതിരഭിപ്രായമോ അല്ലെങ്കിൽ അനുകൂലമായിട്ടോ യാതൊരു മറുപടിയും നൽകുന്നുമില്ല. എന്തായിരുന്നാലും മത്സരിക്കാനാണ് തീരുമാനമെന്നാണ് മാനുവൽ അല്പസമയം മുൻപും മാതൃഭൂമി ന്യൂസിലൂടെ പറഞ്ഞത്. പത്രിക പിൻവലിക്കാനുള്ള സമയം ഇന്നലെ അവസാനിക്കുമ്പോൾ അദ്ദേഹം പത്രിക പിൻവലിച്ചിട്ടുമില്ല. പലയിടത്തും വിമത ശല്യമുണ്ട്. ഒപ്പം നേരിയ വോട്ടിനാണ് ഇത്തവണ പലയിടത്തും വിജയമുണ്ടാവുക എന്ന് മുന്നണികൾ തന്നെ കണക്ക് കൂട്ടിയിരിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് അവനവന്റെ പാർട്ടിക്ക് എതിരായി വരുന്ന അല്ലെങ്കിൽ വോട്ടുകൾ കൊണ്ടുപോകും എന്ന് കരുതുന്ന സ്ഥാനാർത്ഥികളെ അവിടെയാണ് പ്രദീപ് ജോസഫ് ഈ ശബ്ദരേഖ കൂടി പുറത്തേക്ക് വരുമ്പോൾ മാനുവലിനെ സംബന്ധിച്ചോളം പ്രാദേശികമായി എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയുന്നു എന്നൊരു സാഹചര്യം കൂടി 2020 സംബന്ധിച്ചോളം ആ ക്യാമ്പിലേക്ക് ഇപ്പോൾ മാനുവൽ എത്തുന്ന ഒരു സാഹചര്യത്തിൽ പറയാൻ കൂടി കഴിയുന്നു. പ്രതിപക്ഷ നേതാവ് നേരിട്ട് വിളിക്കുകയാണ്. അപ്പോൾ അവിടെ പ്രാദേശികമായി ഉണ്ടാകാവുന്ന ആ ഒരു പ്രാധാന്യം കൂടി വെളിപ്പെടുകയാണോ മാനുവലിന്റെ? പ്രജീഷ്, ഈ മാനുവലും പ്രതിപക്ഷ നേതാവും ഒക്കെ നേരത്തെ തന്നെ സൗഹൃദമുള്ള ആളുകളാണ്. കാരണം ആ ടെലിഫോൺ സംഭാഷണം തുടങ്ങുമ്പോൾ നമുക്ക് കേൾക്കാം മാനുവലെ എന്ന് വിളിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത്. ചിരപരിചിതനായ ഒരാൾ വിളിക്കുമ്പോൾ പ്രതികരിക്കുന്നത് പോലെയാണ് മാനുവലും പ്രതികരിക്കുന്നത്. ഏതാണ്ട് 30 വർഷക്കാലമായി തികഞ്ഞ ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു മാനുവൽ. കഴിഞ്ഞ 10 വർഷക്കാലമായി അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുമായി അത്ര നല്ല ചർച്ചയിലല്ല. ഇത്തവണ മത്സരിക്കുകയും ചെയ്യുന്നു. അതേസമയം 2020 ആകട്ടെ LDF-നെയും UDF-നെയും മുഖ്യ എതിരാളികളായി കണ്ടാണ് ഇത്തവണ പ്രചാരണങ്ങൾ നടത്തുന്നത്. സംസ്ഥാനത്താകെ 1000 സീറ്റുകളിലാണ് അവർ മത്സരിക്കുന്നത്. നേരത്തെ കുന്നത്തുനാട് നിയോജകമണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലാണ് കേന്ദ്രീകരിച്ചിരുന്നത് എങ്കിൽ ഇത്തവണ കൊച്ചി കോർപ്പറേഷനും മരട് നഗരസഭയും ഉൾപ്പെടെയുള്ള മേഖലകളിൽ ശക്തി തെളിയിക്കാനാണ് 2020യുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ സാമാന്യം കരുത്തരായ സ്ഥാനാർത്ഥികൾ